കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് അനുഗ്രഹീതമായ ഒരനുഭവമാകുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഏഴയായ എൻ്റെ കൈവെപ്പാൽ ഈ പ്രിയപ്പെട്ട മക്കളെ മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ മദ്ബഹായിക്ക് ചേരുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് നിങ്ങൾ മദ്ബഹായിലായിരിക്കുന്നത്. പക്ഷേ മദ്ബഹായിലായിരിക്കുന്നത് നന്മയാണോ തിന്മയാണോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ തെളിയിക്കേണ്ടത്. നല്ല സ്വഭാവശുദ്ധിയുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, പഠിക്കാനായിട്ട് താല്പര്യമുള്ള, പ്രാർത്ഥന ചൊല്ലുന്ന മക്കളായിട്ട് മക്കൾ തീരണം. തീർച്ചയായിട്ടും ആൺകുട്ടികളായ നമ്മുടെ മക്കൾക്ക് വലിയൊരു അനുഗ്രഹമാണ് മദ്ബഹായിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു വലിയ സൗഭാഗ്യം. മാലാഖമാർക്കടുത്തുള്ള ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ശുശ്രൂഷകരില്ലാതെ നമ്മുടെ കുർബാന പൂർണ്ണമാകുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷകരെന്ന് പറയുന്നത് അപ്രകാരം മാലാഖമാർക്കടുത്ത് നിന്ന് അവരെ സ്വർഗീയമായ ആരാധനയിൽ നമ്മളെ സഹായിക്കുകയും അവർക്ക് വേണ്ടതായ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായ നന്മകൾ അവർ വഴിയായിട്ട് സംലഭ്യമാക്കി തരികയുമാണ് ചെയ്യുക. മക്കളെ 3 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ബലഹീനന്മാരും ദൈവമായ കർത്താവേ, നീ സർവദാ പരിശുദ്ധന്മാരാലും സമീപിക്കുവാൻ സാധിക്കാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനുമായ ദൈവമാകുന്നു. നിന്റെ മഹത്വവും വിശുദ്ധിയും സകലത്തെയും നിറയ്ക്കുന്നു. നിന്റെ മഹിമയെ പുകഴ്ത്തുവാനും അനിർവചനീയമായും ഇമ്പകരവുമായ സ്തുതിഗീതങ്ങളാൽ നിന്നെ പുകഴ്ത്തുവാനുമായി വാനവ സൈന്യങ്ങളെ നീ നിയോഗിച്ചു. കർത്താവേ, മാലാഖമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ ഭയപ്പെടുന്ന നിന്റെ പരിശുദ്ധമായ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാനും നിനക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനുമായി അടുത്തു വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, ഇവരുടെ ശുശ്രൂഷയിലെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിന്റെ കൃപയാൽ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. അഗ്നിമയന്മാരായ ലക്ഷോപലക്ഷം മാലാഖമാരുടെ ഗണങ്ങളും വിജയകിരീടം പ്രാപിച്ച ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹതയന്മാരുടെയും സകല പരിശുദ്ധ പിതാക്കന്മാരുടേതുമായ സംഘം മുഴുവനും ഈ പരിശുദ്ധ ത്രോണോസിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ യഥാർത്ഥ ശുശ്രൂഷകരാകുവാൻ ഇവരെ നീ യോഗ്യരാക്കണമേ. തിരുമുൻപാകെയുള്ള ഈ മക്കളുടെ ശുശ്രൂഷ മൂലം ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും ഈ ഇടവകയും ഈ നാടും അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. കർത്താവേ, ഈ മക്കളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സൗരഭ്യധൂപം പോലെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുലസ് ബാലവൽ മീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ജോയേൽ നിത്യജീവനായി മദ്ബഹാ ശുശ്രൂഷയിലേക്ക് വേർതിരിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി ഗ്രേസ് മദ്ബഹാ ശുശ്രൂഷയിലേക്ക് മുദ്രകുത്തപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി മെൽവിൻ മദ്ബഹാ ശുശ്രൂഷയിലേക്ക് മുദ്രകുത്തപ്പെടുന്നു.
വത്സൈനോ ബനിയോനോ ദൈത്തോ കാദിസ്തോ ദാനോ ലത്തിഷ്ബുത്തോ ലീക്കോറോ ഹെദ്രോറും റോമോദത്ലീസോ യൂസോ കാദിസ്തോ ഷവിയാസ് ബുസിയ വത്സൈനോ ബനിയോനോ ദൈത്തോ കാദിസ്തോ ദാലോഹോ Soyu so gadisto shvias busia valse